നമസ്കാരം. NTVയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സാരഥിയിലേക്ക് സ്വാഗതം. ഇന്ന് സാരഥിയിൽ നമ്മോടൊപ്പം ചേരുന്ന ഗസ്റ്റ് നിങ്ങളിൽ ഒരാളാണ്. ശ്രീദേവി രാജേന്ദ്രനാണ്. ശ്രീദേവി 32 വർഷമായിട്ട് UAE സെറ്റിൽഡാണ്. NTVയുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി കൂടെയാണ്, സ്ഥിരം പ്രേക്ഷകയാണ്. സാരഥിയിൽ പങ്കെടുക്കാൻ ശ്രീദേവി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ? ശ്രീദേവി അങ്ങനെ മീൻസ് ഒരുപാട് എക്സിബിഷൻസും ഒക്കെ ചെയ്യുന്നില്ലേ? ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് സാരഥിയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. ആദ്യം കുറച്ച് വിശേഷങ്ങളിലേക്ക് കടന്നിട്ട് നമുക്ക് റെസിപ്പീസിലോട്ട് പോവാം. ഇന്ന് 4-5 വിഭവങ്ങളുണ്ടെന്ന് തോന്നുന്നല്ലേ? 5 വിഭവത്തോളം ശ്രീദേവി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വിശേഷങ്ങളിലേക്ക് പോവാം. പാചകം എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലേ ചെയ്യുമായിരുന്നു? അതെ, ഇപ്പം 32 വർഷത്തെ എക്സ്പീരിയൻസിലേ നമ്മൾ പാചകം ചെയ്യണമായിരുന്നു. കല്യാണത്തിന് മുമ്പെല്ലാം പഠിച്ചിരിക്കണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പം അമ്മ അങ്ങനെ പഠിപ്പിച്ചു. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ TV-യും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ബുക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഉമ്മി അബ്ദുള്ള അങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ അമ്മ ചെയ്യുന്നത് കണ്ടിട്ട് അതൊക്കെ നോക്കി പഠിക്കുമായിരുന്നു. പഠിച്ചതിൽ പാചകമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇനി ഇതൊരു കലയാക്കി അല്ലെങ്കിൽ ഒരു എക്സിബിഷൻ ഒക്കെ ചെയ്യത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ NTVയിൽ വിളിച്ചിട്ട് ഓക്കെ ഞാൻ റെഡിയാണ് സാരഥിയിൽ വരാനെന്നൊരു ധൈര്യം തരുന്ന രീതിയിലേക്ക് പാചകം വളർന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാന്ന് വെച്ചാൽ ഇതുപോലെ പണ്ട് മുതലേ ചെയ്യുമല്ലോ. ഇത് ഏഷ്യാനെറ്റൊക്കെ തുടങ്ങിയ ഇടയ്ക്ക് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ ഒക്കെ ചേർന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഇത്. അപ്പൊ NTV വന്നു കഴിഞ്ഞപ്പോ NTVയിൽ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എൻട്രീസ് വിളിച്ചപ്പോഴത്തേക്കും ശ്രീദേവിക്ക് സന്തോഷമായോ? പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ ശ്രീദേവിയെ പോലെ NTVയിലൂടെ ലോകം അറിയാൻ താല്പര്യപ്പെടുന്ന എല്ലാ പ്രേക്ഷകരും NTVയിലേക്ക് വിളിക്കണം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ശ്രീദേവി. ഒരുപാട് ഷോസും എക്സിബിഷൻസും ഒക്കെ ചെയ്യുമ്പോഴും സാരഥിയുടെയും മിരിയോരത്തിന്റെയും NTVയുടെയും ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി എന്ന നിലയ്ക്ക് ഇവിടെ വരാൻ ശ്രീദേവി കാണിച്ച മനസ്സ് റിയലി അപ്രീഷിയേറ്റബിൾ ആണ്. ഇനി നമുക്ക് റെസിപ്പീസിലേക്ക് പോകാൻ തോന്നുന്നല്ലേ? ഇത് ചിക്കൻ എന്താണ്? ഇത് ചില്ലി ചിക്കൻ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ചില്ലി ചിക്കനാണ്. ഓക്കെ. നമ്മൾ ജസ്റ്റ് ആദ്യം തന്നെ ചിക്കൻ ബോയിൽ ചെയ്തിട്ട് ഷ്രെഡ് ചെയ്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് എത്ര സമയം ബോയിൽ ചെയ്യണം? ബോയിൽ ചെയ്യണമെങ്കിൽ 10 മിനിറ്റ് ഒക്കെ ബോയിൽ ചെയ്യും. ഫ്രോസൺ ആണോ അല്ല ഫ്രഷ് ചിക്കൻ തന്നെ? ഫ്രഷ് ചിക്കൻ ആകുമ്പോൾ വേഗം പെട്ടെന്ന് വേവാൻ നല്ലത് ഫ്രഷ് ചിക്കൻ. അതിന്റെ ഒരു പീസ് മതിയല്ലോ നമുക്ക്. ഒരു ചിക്കനൊക്കെ ആണെങ്കിലും പെട്ടെന്ന് വേവും. അപ്പം മാരിനേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് വെറുതെ വേവിച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ ഉപ്പിട്ട് വേവിക്കണോ? ഉപ്പും ഇത്തിരി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ സവാള, ഇഞ്ചി, നമ്മളെല്ലാം ചേർക്കുന്ന എല്ലാം സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി വഴറ്റിയിട്ട് അതിലേക്ക് നല്ലോണം വഴന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിക്കുക. സോയാ സോസ് എത്ര സ്പൂൺ? ഒരു സ്പൂണൊക്കെ മതിയാവും, കുറച്ച് ഉപയോഗിക്കാവും. ഓക്കെ. എത്ര ചിക്കനുള്ള കണക്കാ ചേച്ചി പറയുന്നത്? ഇത് ഞാനിപ്പോ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു ചിക്കൻ അതിനാണ് ഈ ഒരു സ്പൂൺ മതി, കുറച്ച് മതി. നമ്മൾ ശരിക്കും ചൈനീസ് ആയിട്ടുള്ളത് ഉണ്ടാക്കുന്നത് ഒരു ഹാഫ് ചൈനീസ് എന്ന് പറയാം. അതായത് ഈസി ആയിട്ട് കുട്ടികൾക്ക് അധികം എരിവില്ലാതെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സോയാ സോസ് ചേർത്ത് അത് കഴിഞ്ഞിട്ട് ഈ ചിക്കനും അതിലിട്ട് ഇളക്കി പിന്നെ ലാസ്റ്റ് നമ്മൾ ക്യാപ്സിക്കം വളരെ ഈസി. അപ്പൊ അതാ ഞാൻ പെട്ടെന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് തിന്ന് നോക്കിയിട്ടില്ല, നോക്കാം. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ചപ്പാത്തിയുടെ കൂടെ ആയിരിക്കും. ചപ്പാത്തിയുടെ കൂടെ, ഫ്രൈഡ് റൈസിന്റെ കൂടെ ഒക്കെ കഴിക്കാമല്ലോ. അപ്പൊ ചേച്ചി എക്സിബിഷൻസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ എക്സിബിഷന്റെ ഡീറ്റെയിൽസ്? മീൻസ് എല്ലാ ഐറ്റംസും ഉണ്ടാവും? അതേ പിക്കിൾ മാത്രം അല്ലെങ്കിൽ ഒരു ചിക്കൻ ഐറ്റംസ് മാത്രം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ സാധാരണ ചെയ്യുമ്പോൾ പിക്കിൾസ് ആണ് കൂടുതൽ ചെയ്യുക. അതിന്റെ കൂടെ നമ്മൾ സ്വീറ്റ്സ് ആണ് ഉൾപ്പെടുത്താറുള്ളത്. അതായത് ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും പിക്കിൾസും സ്വീറ്റ്സും ആണോ, അല്ലാതെ ഇതുപോലുള്ളത് ഞാൻ ഇതൊരു ഫാസ്റ്റ് ഫുഡ് പോലെ. അപ്പൊ ആളുകൾക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. അതുപോലെ കേടാവാത്ത ഐറ്റംസ് ആണ് ഞാൻ ഉണ്ടാക്കാറ്. ഇനി രണ്ടാമത് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാ മലയാളികൾക്കും ഡെഫിനറ്റ് ആയിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അല്ലേ? ചക്ക എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? ഇതുകൊണ്ട് തന്നെ ചക്ക കൊണ്ടുവന്നു. അതെ. ഇത് ചക്ക വെച്ചിട്ടുള്ള ഇലയട അല്ലേ? ചക്ക വെച്ചിട്ടുള്ള ഇലയുടെ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മളൊരു ഷോപ്പിംഗ് മാളിലൊക്കെ പോയി ചക്ക വാങ്ങിക്കുവാണെങ്കിൽ ചെറിയ പീസിന് തന്നെ നല്ല വില വരാറുണ്ട്, നമുക്കറിയാം. ഇതെങ്ങനെയാണ് ദൈവമേ ഇത്രയും ചക്ക ഇലയുടെ ഉണ്ടാക്കുന്ന ഒരു ചക്ക വാങ്ങിച്ചിട്ട് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ കുട്ടികൾ അത് കഴിച്ചു തീർക്കും. ഒരു ഇല അട ഉണ്ടാക്കത്തക്ക രീതിയിൽ മക്കളെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
കുട്ടികൾക്ക് ഇഷ്ടമാണോ ചക്ക എന്ന് പറഞ്ഞ സാധനം? പിന്നെ ഇവിടെ വളരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ചക്ക ഇഷ്ടമായിരിക്കും. കാരണം നമ്മുടെ മക്കൾ ഇവിടുന്ന് നാട്ടിൽ പോകുമ്പോൾ മാത്രമല്ലേ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് കാണുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത് ഇല അടയാക്കിയാലും പിള്ളേർ നന്നായിട്ട് കഴിക്കുമെന്ന് തോന്നുന്നു. ശ്രീദേവി ചേച്ചി എങ്ങനെയാ ഈ ചക്ക നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ? ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. സാധാരണ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോവാറുണ്ട്. അപ്പൊ അങ്ങനെ പോയി വരുമ്പോ ചക്ക വരട്ടി കൊണ്ടുവരിക പതിവ്. അതെങ്ങനെയാണ്? ചക്ക വരട്ടാന്ന് പറഞ്ഞാൽ ചക്ക നമ്മൾ വേവിക്കുക ആദ്യം, കുരുവെല്ലാം കളഞ്ഞിട്ട്, പഴുത്ത ചക്ക കുരുവെല്ലാം കളഞ്ഞിട്ട് വേവിക്കുക. വെള്ളം ഒഴിച്ചോ? വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കില്ല. പ്രഷർ കുക്കറിൽ ഒന്ന് പ്രഷർ കുക്കർ ചെയ്തിട്ട് അതിനകത്ത് ശർക്കര അത് എടുത്തിട്ട് വലിയ ഉരുളിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നല്ലപോലെ നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് വരട്ടി അതിനകത്ത് ഏലക്കപ്പൊടി, ജീരകം, ചുക്ക് എല്ലാം ഇട്ടിട്ട് നല്ലപോലെ നെയ്യ് ഒഴിച്ചിട്ട് ശർക്കരയിട്ട് ഇളക്കി വരട്ടി വെച്ച് കഴിഞ്ഞാൽ കാലങ്ങളോളം കേടാവാതിരിക്കും. അല്ല, ഇങ്ങനെ ചെയ്യുന്ന ഈ ചക്ക വരട്ടിയത് വെറുതെ നമ്മൾ കഴിക്കുവാണോ? അതെ, വെറുതെ കഴിക്കാനും നല്ലതാണ്. നമ്മൾ അലുവയുടെ ആ ഒരു ഇത് വരും, ശരിക്കും മുറിച്ചെടുക്കാം നമുക്കത്. അത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നാൽ ആവശ്യത്തിന് ഇതുപോലെ ചക്ക അടയുണ്ടാക്കാനോ പായസം ഉണ്ടാക്കാനോ. അത് പായസം എടുക്കാല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ചേച്ചി അങ്ങനെ ചെയ്ത് കൊണ്ടുവന്നതാണ്? അല്ല, ഇത് ഞാനിപ്പോ ചക്ക അങ്ങനെ നാട്ടിൽ പെട്ടെന്ന് അപ്പൊ ഉണ്ടായി കിടക്കുന്നു. അപ്പൊ അത് ഒരു മുഴുവൻ ചക്കയോടെ ഇതിൽ നിന്ന് തന്നെ ശ്രീദേവി ചേച്ചിയുടെ പാചകത്തിനോടുള്ള ക്രേസ് നമുക്ക് മനസ്സിലാക്കാം. ഒരു മുഴുവൻ ചക്ക കൊണ്ടുവന്നു. 20 മുതൽ 30 കിലോ മാത്രമാണ് നമുക്ക് ഒരു ടിക്കറ്റിന് വെയിറ്റ് അലോഡെന്ന് നമുക്ക് അറിയാം. അതിൽ തന്നെ ഒരു ചക്ക ചേച്ചി കൊണ്ടുവന്നു. ഞാൻ കൊണ്ടുവന്നു. ശരി, അതിൽ നിന്നുണ്ടാക്കിയ ചക്ക അടയാണ്. അപ്പൊ അതിന് എന്തായാലും രുചി പഴുത്തത്. അപ്പൊ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ NTV പ്രേക്ഷകർക്കുള്ളതായിരിക്കും. യെസ്. എങ്ങനെയാ ചേച്ചി ഇത് നമ്മൾ ചക്ക എടുത്തിട്ട് ഇതുപോലെ തന്നെ ചക്ക നല്ലപോലെ കുരുവും അതിനകത്ത് പാടയെല്ലാം കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞിട്ട് അടുപ്പത്ത് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ ചക്ക അതിനകത്തേക്ക് ഇട്ടു. ഇട്ട് നല്ലപോലെ വഴറ്റിയിട്ട് കുറച്ച് ശർക്കര ഉരുക്കിയതുണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിച്ചാലും മതി. അല്ലാതെ നല്ല മണ്ണില്ലാത്ത ശർക്കരയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇടാം. എന്നിട്ട് ചുക്ക് പൊടിച്ചത്, ഏലക്ക പൊടിച്ചത്, കുറച്ച് ഒരു നുള്ളു ജീരകം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ അരിപ്പൊടി ഇടും. ഈ മിക്സിലേക്ക് നമ്മൾ അരിപ്പൊടി ഇടുക. എന്നിട്ട് നല്ലപോലെ ഒഴിച്ചിട്ട് ഇത് ശരിക്കും ഉണ്ടാക്കുന്നത് വഴനയിലാണ്. അതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ വഴനയില ഞാൻ ഇതുപോലെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. പക്ഷെ ഇരിക്കുന്നത് ചെറിയ ഇല ആയതുകൊണ്ടാണ് ഞാനിത് എടുത്തത് ഇപ്പോൾ. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ആ വഴനയിലയുടെ മണം കിട്ടാനായിട്ട് നമ്മൾ ഇത് വേവിക്കുമ്പോൾ ആ പാത്രത്തിലേക്ക് നമ്മൾ വഴനയില ഇട്ടാലും മതി. ഇടുമ്പോ അതിന്റെ സ്മെല്ല് ഈ അടയ്ക്കും പിടിക്കും. എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഡൗട്ടാണ്, ഈ വയനയില എന്ന് പറയുന്നതാണോ നമ്മുടെ ഈ ചിക്കനിലൊക്കെ ഇടുന്ന മസാലയിൽ വരുന്ന? അതിന്റെ തൊലിയാണ് നമ്മൾ ഇത് സിനമൺ എന്ന് പറഞ്ഞു എടുക്കുന്നത്. ഓ, അത് ശരി, അത് ശരി. സിനമൺ ഇട്ടാലും ആ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ സിനമൺ അത്രയും അങ്ങോട്ട് ടേസ്റ്റ് ഇത് വരില്ല. അതിന്റെ ലീഫിനാണ് ഉണ്ടാവുന്നത്. അപ്പൊ എന്നിട്ട് ഇത് നമ്മൾ ഇലയിൽ പരത്തി സാധാരണ നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്നത് ആദ്യം മാവ് ഒന്ന് പരത്തും, എന്നിട്ട് അതിനകത്ത് മിക്സ് ചെയ്തെടുത്ത് വെക്കണം. ഓക്കെ. ഈ ചക്ക ആയതുകൊണ്ടാണോ അതിനകത്ത് ചുക്കൊക്കെ ചേർക്കണമെന്ന് പറഞ്ഞത്? ചക്കയ്ക്ക് ചുക്ക് നമ്മൾ ചേർക്കണം, വയറിനൊന്നും പ്രശ്നമില്ലാതിരിക്കാനായിട്ട് ചുക്ക് നല്ലതാണ്. ഓക്കെ, ശരി. ഇനി അടുത്ത റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് സാരഥിയിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. Are you worried about exam? Don't worry. Watch NTV for exam success. First time in Malayalam TV, UAE becomes a single classroom. Live classes for students of grade 10th and 12th. Students can now enjoy studying while watching NTV. Classes also available on www.ntvUAE.com. Recorded classes available on eVision Catch-up and YouTube. Clarify your doubts through SMS, phone calls and mails. UAE's biggest classroom, My Teacher. Every day 5 p.m. to 6 p.m. Repeat 7 a.m. to 8 a.m. വെൽക്കം ബാക്ക് ടു സാരഥി.
ശ്രീദേവി ചേച്ചിയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ പ്രേക്ഷകരോട് പറയുന്നു, പാചക സംബന്ധമായ എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് NTVയിലേക്ക് വിളിക്കാം. താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. ശ്രീദേവി ചേച്ചിയോട് സംശയങ്ങൾ ചോദിക്കാം. ചേച്ചി, അടുത്ത റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചേച്ചി ഒരു നാരങ്ങ കൊണ്ട് എന്തൊക്കെയോ മാജിക് കാണിക്കുന്ന ആളാണെന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് ടിപ്പുകൾ അറിയാവുന്നതൊക്കെ ഞാൻ കേട്ടിരുന്നു. മാജിക് അല്ലാതെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, എന്തൊക്കെ ടിപ്പാണ് ചേച്ചിക്ക് നാരങ്ങ കൊണ്ട് പറയാനുള്ളത്? കുറേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണല്ലോ നാരങ്ങ. നമ്മൾ മൈക്രോവേവിൽ സ്മെല്ല് ഉണ്ടെങ്കിൽ ആ സ്മെല്ല് കളയാനായിട്ട് നമ്മൾ മൈക്രോവേവിൽ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഈ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഒഴിച്ചിട്ട് ആ ബൗള് മൈക്രോവേവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ചൂടാക്കി കഴിഞ്ഞാൽ ആ സ്മെല്ല് മുഴുവൻ പോകും. ഓക്കെ ഓക്കെ. എന്നിട്ട് നമുക്കൊരു തുണി കൊണ്ട് മൈക്രോവേവ് നന്നായി തുടച്ചു കഴിഞ്ഞാൽ തുടയ്ക്കുന്നതിലും നാരങ്ങ വേണോ? അല്ല, ആ വെള്ളത്തിൽ മുക്കിയ കുറച്ച് ആവി ഉണ്ടാവുമല്ലോ അതിന്റെ ചൂടിന്റെ, അപ്പൊ അതുകൊണ്ട് തുടച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പെട്ടെന്ന് നാരങ്ങ പിഴിയാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ശരിക്കും ഈ ഡെസ്കുമേക്ക് അല്ല ഇവിടേക്ക് ഇങ്ങനെ കാണിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷെ അതിന് പകരം ഇതുപോലെ തന്നെ ഒരു പാത്രത്തിൽ മൈക്രോവേവിൽ ജസ്റ്റ് 2 മിനിറ്റ്സ്, അധികം വെക്കരുത്, വെന്ത് പോവും. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് നന്നായി 2 മിനിറ്റ്സ് ചൂടാക്കുമ്പോഴത്തേക്കും അല്ല, ഇങ്ങനെ നാരങ്ങ വെള്ളത്തിലിട്ടോ? വെള്ളത്തിലിടണ്ട, വെറുതെ 2 മിനിറ്റ്സ് നമ്മൾ വെച്ചാൽ മതി. 2 മിനിറ്റ്സ് വേണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കും. നന്നായിട്ട് ഇത് ശരിക്കും ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുള്ള കാര്യമാണ് നാരങ്ങ പിഴിയുന്നതിനുള്ള ബുദ്ധിമുട്ട്. അതെങ്ങനെ ചെയ്തല്ല നന്നായിട്ട്. പിന്നെ പാത്രത്തിലെ മീൻ മണം പോകാനായിട്ട് നമുക്ക് പാത്രം കഴുകാം. മീനെടുത്ത പാത്രത്തിന് സ്മെല്ലുണ്ടാവുമല്ലോ, അത് പോകാനായിട്ട് നമുക്ക് നാരങ്ങ തൊണ്ടുകൊണ്ട് ഉരസി കഴുകിയാൽ, ഉപ്പും കൂടി ചേർത്ത് കഴുകിയാൽ പെട്ടെന്ന് മീൻ്റെ മണം പോയി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഇപ്പം ഞാനൊക്കെ ചെയ്യാറുണ്ട്, നാരങ്ങ പിഴിഞ്ഞിട്ട് രാവിലെ വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് ഹണി കൂട്ടി കുടിക്കും രാവിലെ. വണ്ണമൊക്കെ കുറയാനാണ്. അപ്പൊ ഈ ഡെയിലി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ നാരങ്ങത്തോണ്ട് വെറുതെ കളയുമ്പോൾ ഭയങ്കര വിഷമോ അതിങ്ങനെ കളയാനായിട്ട്. അപ്പോൾ അതിന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫ്രിഡ്ജിലൊരു പാത്രത്തിൽ കുറച്ച് നല്ല തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചു. ഉപ്പിട്ടിട്ട് ഈ ഡെയിലി എടുക്കുന്ന നാരങ്ങ പിഴിഞ്ഞ തൊണ്ട് ഇട്ടു. അങ്ങനെ ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് കാന്താരിയും കൂടി ഇട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം 12 ദിവസം കഴിയുമ്പോൾ അത് നല്ലൊരു പിക്കിളായിട്ടിരിക്കും. ഒന്നും കൂടെ പറഞ്ഞേ ചേച്ചി, പറഞ്ഞ്. നമ്മള് നാരങ്ങ പിഴിയല്ലേ, ആ പിഴിഞ്ഞത് അതിന്റെ തൊണ്ട് നമ്മളൊരു ഫ്രിഡ്ജിന്റെ നമ്മൾ ജ്യൂസൊക്കെ വെക്കുന്ന ഭാഗത്ത് ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ആ ബോട്ടിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് വെച്ചിരിക്കും. എന്നിട്ട് അതിൽ ഡെയിലി പിഴിയുന്ന നാരങ്ങ തൊണ്ട് അതിലേക്ക് ഇടും. നാരങ്ങയുടെ തൊലി നമ്മൾ പിഴിഞ്ഞത് കുടിച്ചു, ഞാൻ തൊലിയും കളയുന്നില്ല, അത് അതിനകത്തേക്ക് ഇടും. അതിനകത്ത് കുറച്ച് നമ്മുടെ കാന്താരിമുളകും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 10 ദിവസം 12 ദിവസം കഴിയുമ്പോൾ നല്ലപോലെ അരിയും. അതിന് നല്ല എരിവൊക്കെ പിടിക്കും. പാകത്തിന് പുളിയായിരിക്കും. ഉപ്പുണ്ടാകും കുറച്ച്, പക്ഷെ നമുക്കത് കുറച്ചുകൂടി വെള്ളമൊക്കെ ചേർത്ത് അല്ലെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ചേർത്തോ അല്ലെങ്കിൽ കുറച്ച് കായപ്പൊടി ഉലുവാപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഒരു പിക്കിളാക്കാം. അല്ല, കായപ്പൊടി ഉലുവാപ്പൊടി ഒക്കെ ഡയറക്റ്റ് ഇതിനകത്ത് ഇടാലോ? ഇടാം. ചൂടാക്കി അങ്ങനെ ഒന്നും വേണ്ട. എണ്ണ എന്ന് പറയുന്ന സാധനമേ വേണ്ട, എണ്ണ വേണ്ട, അല്ലാതെ ഉപയോഗിക്കാം. അത് വളരെ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണല്ലേ ഇത്? ഓക്കെ ഓക്കെ. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ, തെങ്ങ് എന്ന് പറയുന്ന ഒരു പാത്രം കളയാനില്ല, വേര് മുതൽ ഓല വരെ ഈർക്കിൽ വരെ എല്ലാം ഉപയോഗിക്കുന്നു. ഇപ്പൊ നാരങ്ങ അങ്ങനെയാണെന്നാണ് ശ്രീദേവി ചേച്ചി പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ശ്രീദേവി ചേച്ചി കൊണ്ടുവന്നിരിക്കുന്ന പിക്കിൾ. അങ്ങനെ ഇട്ടിട്ട് കാന്താരി മുളക് കൊണ്ട് കുറച്ച് വെള്ളവും നാരങ്ങയുടെ തോലും ഇതിനകത്ത് കാണാം. ടേസ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ, ടേസ്റ്റ് ചെയ്തിട്ട് ശ്രീദേവി ചേച്ചി നമ്മൾ പറയുന്നതാണ്. ശരി. അപ്പൊ തെങ്ങ് കൽപ്പക വൃക്ഷം ആയതുപോലെ നാരങ്ങ ഒരു കൽപ്പക എന്താ പറയുന്ന ഫ്രൂട്ടോ വെജിറ്റബിളോ എന്ത് വേണോ പറയാണെന്നാണ് ശ്രീദേവി ചേച്ചി തെളിയിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത, കണ്ടിട്ട് സമോസ പോലെയൊക്കെ തോന്നുന്നുണ്ട്, മധ്യത്ത് ചട്നിയുണ്ട്. ഇതാണ് ചേച്ചിയുടെ അടുത്ത ഡിഷ്. ഇത് ചേച്ചി ഇത് സമോസയാണോ വടയാണോ എന്താണ് ഇത്? രണ്ടും അല്ല, ഇതിന് കുഴിപ്പണിയാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഈ ഹോട്ടൽസിലൊക്കെ ചെല്ലുമ്പോൾ നോർത്ത് ഇന്ത്യൻസിന്റെ കുഴിപ്പണിയാരം എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെയാ പറഞ്ഞു കേട്ടിരിക്കുന്നത്. പക്ഷെ ഇത് ശരിക്കും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതായത് നമ്മൾ ദോശമാവൊക്കെ വീട്ടിൽ ബാക്കി വരുമ്പോൾ
അതിലും ബാക്കി വരുന്ന സാധനങ്ങൾ കളയരുതല്ലോ, ഭക്ഷണം കളയരുത്. അപ്പൊ ബാക്കി വരുന്ന ദോശമാവ് ശരിയാ, കുറച്ച് മാവൊക്കെ വന്ന് നമ്മള് പാത്രം വൃത്തിയാക്കണ്ടല്ലോ, വൃത്തികേടാക്കണ്ടല്ലോ, ഫ്രിഡ്ജിൽ സ്ഥലം മെനക്കെടുത്തുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് കളഞ്ഞ് കഴുകാറാണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുക്കാമല്ലോ. 4 മണിക്ക് പലഹാരമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ രാവിലെ കഴിക്കാം. അത് ഈ ദോശമാവിനകത്ത് നമ്മൾ കുറച്ച് മൈദ, കുറച്ചൊരു 3-4 സ്പൂൺ മൈദ, ഒരു മഗ് അല്ല ഒരു കപ്പ് ദോശമാവ് ഉണ്ടെങ്കിൽ അതിലൊരു 1/4 കപ്പ് മൈദ ചേർക്കുക. മൈദ ചേർത്തിട്ട് ഇളക്കി കുറച്ച് നേരം വെച്ചേക്കുക. ചിലര് അതിനകത്ത് സോഡാപ്പൊടിയൊക്കെ ചേർക്കും, നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഇവിടെ ചൂടൊക്കെ അല്ലേ, അപ്പോൾ ചൂടത്ത് പൊങ്ങിക്കോളും. എന്നിട്ട് അതിനകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, കുറച്ച് മല്ലിയില വേണമെങ്കിൽ മല്ലിയില, കുറച്ച് കായപ്പൊടി എല്ലാം കൂടി ഇട്ട്, സവാള വേണ്ടേ? സവാള വേണം. സവാളയും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി അത് ഓയിലിൽ വെളിച്ചെണ്ണയിൽ നമ്മൾ വട ചെയ്യില്ലേ, ഉഴുന്ന വട ഉണ്ടാക്കുന്ന പോലെ. ഉഴുന്ന വടയ്ക്ക് നമ്മൾ ഹോളിടും, ഇതിന് ഹോളിടാതെ തന്നെ കോരി ഒഴിച്ച്, ചെറിയ സ്പൂണിൽ കോരി ഒഴിച്ച്, കൊച്ചു കൊച്ചു ഷേപ്പായിട്ടാണ് ചേച്ചി, എനിക്ക് തോന്നുന്നു ഒരു സ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ടാവും. ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ ഒഴിച്ചു. ഈ ദോശമാവ് ഒന്ന് കൂടി നിൽക്കാനാണോ ഈ മൈദാമാവ് ഇടുന്നത്? ഒരു പശ ഇത് വേണം, അല്ലെങ്കിൽ ശരിക്കും എണ്ണ കുടിക്കും, അതുകൊണ്ടാണ്. ചേച്ചി വേറൊരു കാര്യം, ഇത് നമ്മൾ ദോശ ചൂടാൻ എടുക്കുമ്പോൾ മാവ് നന്നായിട്ട് പുളിച്ചിരിക്കുമല്ലോ, അതേ പുളിപ്പിൽ തന്നെയാണോ അത് ചെയ്യുന്നത്? അത്ര പുളി ഉണ്ടാവില്ലേ മൈദാമാവ് ചേർക്കുമ്പോൾ? കുറച്ചുകൂടി പുളി കുറഞ്ഞിരിക്കും. ഓക്കെ. അപ്പൊ ഇനി ആരും ബാക്കി വരുന്ന ദോശമാവ് കളയരുത്. അതിന് ശരിക്കും പുതിനയുടെ ചട്നിയാണ് നല്ലത്. ഓ, അപ്പൊ ഇത് പുതിന ചട്നിയാണോ? പുതിന ചട്നിയാണ്. പുതിന ചട്നി എങ്ങനെയാ ഉണ്ടാക്കുന്നത്? പുതിന ചട്നി ഉണ്ടാക്കുക വെച്ചാൽ കുറച്ച് തേങ്ങ ചേർത്തും ഉണ്ടാക്കും, ചേർക്കാണ്ടും ഉണ്ടാക്കും, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങ ചേർത്തിട്ടാണ്. കുറച്ച് തേങ്ങ എടുത്തിട്ട് കുറച്ച് പുതിന, ഒരു പിടി പുതിന, പിന്നെ 2 പച്ചമുളക്, ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. വെളുത്തുള്ളി ചെറിയ കഷ്ണം പേരിന് കേട്ടോ, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി അരച്ചിട്ട് എല്ലാം കൂടി അരയ്ക്കുക. പുതിന, തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ വേപ്പില. ഓക്കെ. പച്ചമുളക് വേണം, പിന്നെ എരിവ് വേണ്ടേ? അപ്പൊ പച്ചമുളകും കൂടി ഒന്നിച്ച് അരയ്ക്കുക. അരച്ചു കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ടാണോ? വെള്ളം ഒഴിച്ചരയ്ക്കുക. ഇതില് നമുക്ക് തൈര് ചേർത്താലും നല്ലതാണ്. ഇത്തിരി എരിവ് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തൈര് ചേർത്താലും നല്ലതാണ്. എന്നിട്ട് ഇതുപോലെ എടുക്കുക. അപ്പൊ തേങ്ങ ചേർക്കാത്ത പുതിന ചട്നിക്കായിരിക്കും തോന്നും നല്ല ഒരു ഗ്രീൻ കളർ ഉണ്ടാവും. അതിനൊരു കുത്തുണ്ടാവും, ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നത്. ഈ പുതിന ചട്നി നമുക്ക് ദോശയുടെ കൂടെയൊക്കെ പോവോ? ഇഡ്ഡലിയുടെ കൂടെയാണ് നല്ലത്. ഓക്കെ. നമ്മുടെ വെള്ള ചമ്മന്തിക്ക് പകരം അല്ലേ? ഓക്കെ. ഇനി റെസിപ്പി, ഇത് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല, എന്തോ വറുത്ത സാധനമാണെന്ന് മാത്രം. ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പത്തിരി എന്ന് പറയുന്ന ഇതാ. പത്തിരികൾ പല വിധം ഉണ്ടല്ലോ. നെയ്പത്തിരി ഉണ്ട്. പത്തിരി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വരുന്നത് മറ്റേ ചപ്പാത്തി പോലത്തെ പത്തിരിയാണ് നമുക്ക് ഓർമ്മ വരും. ഇത് നമ്മള് എണ്ണയിൽ വറുത്തെടുത്തതാ. ഇത് നമുക്ക് എണ്ണയിൽ വറുത്തും എടുക്കാം, നമുക്ക് പാനില് ചുട്ടും എടുക്കാം. ഇത് ഞാൻ വറുത്തെടുത്തതാ. ചുട്ടെടുക്കുമ്പോ നമ്മൾ ഇത്തിരിയും കൂടി വീതിയിൽ വട്ടത്തില് കൈ കൊണ്ട് പരത്തിയിട്ട് പാനിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂവും സൈഡില്. അങ്ങനെയാണ്. അപ്പം കൂടുതൽ ഹെൽത്തി കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക്, അതായത് എണ്ണ അവോയ്ഡ് ചെയ്യണം, അങ്ങനെ ചെയ്യാം. പ്രശ്നങ്ങളൊന്നും ഇല്ല, എണ്ണ കുഴപ്പമൊന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ ഡോ മേക്കിംഗ്. ഇത് നമ്മള് വെള്ളം, വെറുതെ പച്ചവെള്ളം ഉപ്പിട്ടിട്ട് തിളപ്പിക്കുക. നല്ലവണ്ണം തിളച്ച് വരുമ്പോഴത്തേക്കും അരിപ്പൊടി അതിനകത്തേക്ക് ഇടുക. അരിപ്പൊടിയുടെ കൂടെ പെരിഞ്ജീരകവും ചെറിയ ഉള്ളിയും കൂടി നമ്മൾ നന്നായിട്ട് ചതച്ച് നല്ല ചോപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ചതച്ചിടുകയാണ് നല്ലത്. അതിനകത്തേക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂടി കുറച്ച് തേങ്ങയും കൂടി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൈവെള്ളയിൽ വെച്ച് പരത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാപ്പിനകത്തോ ഇതിലെങ്ങനെ ഇഷ്ടപ്പെട്ട ആകൃതിയിൽ പരത്തി എണ്ണയിൽ വറുത്തെടുക്കും. ഇതായിരുന്നു ചേച്ചി നെയ്പത്തിരി എന്ന് പറയുന്നത്? നെയ്പത്തിരി എന്ന് പറയുന്നത് ഇതാണല്ലേ? ഓ, അത് ശരി. ഓക്കെ. ഇത് പക്ഷെ കണ്ടാല് എന്തോ ഒരു സ്വീറ്റിന്റെ ഒരു ഷേപ്പ് ഉണ്ട് അല്ലേ? ഇതിനകത്ത് നമുക്ക് ചിക്കൻ ചേർത്തിട്ട് ഉണ്ടാക്കാം. എന്ത് വേണമെങ്കിലും, ഈ അരിപ്പൊടിയുടെ കൂടെ, ഇതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പത്തിരി അത്. ഓ, അത് ശരി. അതെങ്ങനെ ചിക്കൻ ചേർക്കുന്നത്? ചിക്കൻ നമ്മൾ ഇതുപോലെ തന്നെ വേവിച്ചിട്ട് ഷ്രെഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അരച്ചിട്ട് ചേർത്താലും മതി. ചിക്കൻ അരച്ചിട്ട് ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത്, അപ്പോൾ നമ്മൾ കുറച്ച് ഗരം മസാല, കുറച്ച് മുളക് പൊടി, ചിക്കന് വേണ്ട സാധനങ്ങളെല്ലാം അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം.
ശരി. ഇതൊക്കെ ചേച്ചി ദിവസവും അല്ലെങ്കിൽ മിക്കവാറും ഒക്കെ വീട്ടിൽ ട്രൈ ചെയ്യുന്നതാണോ? വീട്ടിലും മക്കളുടെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. ചേച്ചിയുടെ ഫുഡിന്റെ ആരാധകരാരൊക്കെയാണ്? തീർച്ചയായിട്ടും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ശരി, ഏറ്റവും വലിയ മോട്ടിവേഷനും പുള്ളി തന്നെയാണ്. പുള്ളിയാണ് ഹെൽപ്പ് ചെയ്യുന്നതും, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യുന്ന, ഇന്ന കോമ്പറ്റീഷന് പോകുമ്പോഴും ഒക്കെ ഇന്നത് ചെയ്താൽ മതി എന്ന് പറയുന്നത് പുള്ളി തന്നെ. രണ്ടാൺകുട്ടികൾ. മക്കൾക്കും ഇത് ഇഷ്ടം തന്നെയല്ലേ? ഇഷ്ടമാണ്. എന്തായാലും ചേച്ചിയുടെ മരുമക്കളൊക്കെ ലക്കി ആയിരിക്കും ഭാവിയിലായാലും. മരുമോളുണ്ട്. ഓ ശരി. പുള്ളിക്കാരത്തേക്ക് എങ്ങനെ കുക്കിംഗ് ഒക്കെ താല്പര്യമുണ്ട്, പക്ഷെ വലുതായിട്ട് അറിയില്ല. അത് സാരമില്ല, ചേച്ചി എല്ലാം പഠിച്ചു വരുന്നു. ശരി. അപ്പൊ ചേച്ചി ഈ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ മീനായാലും വാട്ട് എവർ ഇറ്റ് ഈസ് കിച്ചണിലൊരു ചിലപ്പോഴൊക്കെ ഒരു സ്മെല്ല് ഉണ്ടാവാറുണ്ട് അല്ലേ? മീൻ തന്നെ ആവണം, മീൻ പൊരിക്കണം എന്നൊന്നുമില്ല, എന്നാലും അല്ലാതെ തന്നെയും കിച്ചണിൽ ഒരു ബാഡ് സ്മെല്ല് ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്, പഴകിയ ഫുഡിന്റെ ഒക്കെ അങ്ങനെയൊക്കെ. അതൊക്കെ മാറാൻ എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടോ? അതിന് നമ്മൾ കണ്ടിട്ടില്ലേ ഹോട്ടൽസിലൊക്കെ എല്ലായിടത്തും കാണാം, ഏത് ഹോട്ടലിൽ ചെന്നാലും ക്യാൻഡിൽസ് കത്തിച്ച് വെച്ചിരുന്നതാണ്. ക്യാൻഡിൽ സാധാരണ ക്യാൻഡിൽ ചെറിയ നമ്മൾ വട്ടത്തിലുള്ളതില്ലേ, അത് കാണാലോ. നമ്മൾ ക്യാൻഡിൽ ലൈറ്റിൽ ഫുഡ് എന്നൊക്കെ പറയും, ക്യാൻഡിൽ ലൈറ്റിൽ ഡിന്നർ എന്നൊക്കെ പറഞ്ഞാലും ഇതിന്റെ കൂടെ ഇതുകൂടി ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ സ്മെല്ല് പോകാനുള്ളതും. ക്യാൻഡിൽ ലൈറ്റാണ് ഏറ്റവും സാധാ ക്യാൻഡിൽ. നമ്മൾ കിച്ചണിൽ എപ്പോഴും കിച്ചണിലും ബാത്റൂമിലും ഒക്കെ നമ്മളിത് കത്തിച്ച് വെക്കുന്നത് നല്ലതാണ്. അപ്പം ഈ ക്യാൻഡിൽസ് നമ്മൾ കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ കിച്ചണിൽ തങ്ങി നിൽക്കുന്ന ആ മീനിന്റെ മണം എവിടെ പോയെന്നറിയില്ല, അതുപോലെ അത്രയ്ക്ക്. അത് വളരെ നല്ലൊരു ടിപ്പാണ്. പക്ഷെ സൂക്ഷിക്കുക, ക്യാൻഡില് കൃത്യമായിട്ട് അണയ്ക്കാൻ. പിന്നെ നമ്മൾ പാചകം കഴിഞ്ഞ കുറച്ച് കഴിയുമ്പോഴത്തേക്കും, പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കത്തിച്ചു വെക്കണം എന്നാണല്ലേ? കത്തിച്ചു വെക്കണം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അണച്ചാൽ അത് മാറും. പിന്നെ എപ്പോഴും എനിക്കൊക്കെ പറ്റുന്ന ഒരു പ്രശ്നമാണ്, പാലൊക്കെ വെച്ചിട്ട് ഞാൻ റെഡിയാവാനോ അങ്ങോട്ടോ മാറും, പാത്രം കരിഞ്ഞിരിക്കും. മിക്കവാറും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് കഴുകിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയ ടാസ്ക് തന്നെയാണ്, പാത്രം കഴുകിയെടുക്കുക. എന്തെങ്കിലും ടിപ്പ് ചേച്ചി എനിക്ക് പറഞ്ഞു? കരിഞ്ഞാലും ഉണ്ട്, പക്ഷെ നമ്മൾ ഈ തൂകി പോവാതിരിക്കും. നമ്മൾ പാലൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിളച്ച് പൊങ്ങി പോവില്ലേ, ആ പോവാതിരിക്കാൻ നമ്മളൊരു വുഡൻ സ്പൂൺ, ഇപ്പൊ ഒരു ബൗള് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചൊക്കെയാണെങ്കിൽ അതിന് ക്രോസ് ആയിട്ട് ഒരു വുഡൻ സ്പൂൺ വെച്ചാൽ മതി. നമ്മള് ഒരു പാത്രത്തിൽ ഇപ്പൊ ഇതുപോലെ ഒരു ബൗളാണെന്ന് വെച്ചോ, അല്ല ഒരു പാൻ, അതില് തിളച്ച് പൊങ്ങാതിരിക്കാനായിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ നമ്മളൊരു വുഡൻ സ്പൂൺ ഇങ്ങനെ ക്രോസ് ആയിട്ട് പാത്രത്തിന്റെ വുഡൻ സ്പൂൺ വേണം. വുഡൻ സ്പൂൺ നമ്മൾ സാധാരണ സ്പൂൺ ഇട്ടാൽ തന്നെ തിളച്ച് പോവില്ലെന്ന് പറയും, പക്ഷെ ഈ വുഡൻ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ അതെനിക്ക് അനുഭവമാണ്. വുഡൻ സ്പൂൺ വെച്ച് കഴിഞ്ഞാൽ തിളച്ച് താഴെ പോവില്ല. അത് ആ സ്പൂണിന്റെ ഇടം വരെ വന്നിട്ട് അത് അബ്സോർവ് ചെയ്യണോ എന്താന്ന് എനിക്കറിയില്ല. എന്തായാലും തൂവില്ല. നല്ല തീയിലാണെങ്കിലും തിളച്ച് തൂവില്ല. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന എനിക്ക് തന്നെയാണെന്ന് തോന്നുന്നു. എന്റെ വീട്ടിൽ സ്ഥിരം കാഴ്ചയാണ് ഈ പാല് തിളച്ച് തൂവുക എന്ന് പറയുന്നത്. പിന്നെ അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സവാള, വെറുതെ ഉള്ള സവാള അരിഞ്ഞിട്ട് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് ആ സവാള ഇട്ട വെള്ളം നന്നായി തിളപ്പിക്കുക. 2-3 പ്രാവശ്യം തിളപ്പിച്ച് കഴിയുമ്പോൾ ആ കരിഞ്ഞ് പിടിച്ച് തനിയെ പൊങ്ങി. പിന്നെ നമ്മൾ നല്ലോണം തേച്ചെടുത്താൽ മതി. കൈക്ക് നല്ലൊരു അധ്വാനം കുറവ് വരുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ടിപ്പ് ചേച്ചിയുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ NTVയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്താലും നന്നായിരിക്കും. പിന്നെ ഞാൻ ഈ ക്യാൻഡിലിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ ക്യാൻഡിൽസ് നമ്മളൊരു ചെറിയൊരു ഗ്ലാസ്സിലാണ് ക്യാൻഡിൽ കത്തിച്ച് വെക്കുന്നത്, സാധാരണ വെക്കാറുള്ള. അങ്ങനെ അത് നമ്മൾ കുറെ കത്തി കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് വിട്ടുപോകില്ല. ലാസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും, അവസാനമായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് മെഴുകും, കുറച്ച് ആ ഒരു തിരിയായിട്ട് നിൽക്കും. അപ്പോൾ അത് ഇളകി പോകാനായിട്ട് നമ്മൾ അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് ആ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും, വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഗ്ലാസ് ഇറക്കി വെച്ച് നല്ലപോലെ ചൂടാക്കുക. ഒരുവിധം ചൂടായി കഴിയുമ്പോൾ ഈ ഇത് ശരിക്കും പൊങ്ങി ഇങ്ങോട്ട് പോയി, അതായത് ഈ മെഴുക് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മെഴുക് റീയൂസ് ചെയ്യണമെങ്കിൽ അതെല്ലാം അങ്ങനെ ഇപ്പോൾ കുറച്ച് നമ്മൾ എടുത്ത് കുറച്ച് ആയിന്ന് വെച്ചോ, അപ്പം അതും ഞാനെല്ലാം പഴയത് റീയൂസ് ചെയ്യുന്ന കാര്യം പറയുന്നത്. അത് മാറ്റി വെച്ചിട്ട് ഈ പാത്രത്തിൽ വെള്ളം കളഞ്ഞിട്ട് അതിനകത്തൊരു അലൂമിനിയം ഫോയിൽ വെക്കുക. അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഈ യൂസ് ചെയ്ത കിട്ടിയ മെഴുക് മുഴുവൻ അതിലിടുക. ഇതിലിട്ട് നല്ലപോലെ ചൂടാക്കുമ്പോഴത്തേക്ക് അത് ഒഴുകി, ഇപ്പോൾ പച്ച കളർ ഉണ്ടാവും, മഞ്ഞ കളർ ഉണ്ടാവും, എല്ലാ കളേഴ്സും ഉണ്ടാവും ചിലപ്പോൾ. അതെല്ലാം കൂടി ഒഴുകി ഒരു മിക്സ് കളറാവും. ഈ കളറായിട്ട് നമ്മളത് ഉരുകി കഴിയുമ്പോഴത്തേക്ക് ഒരു തിരി എടുത്ത് ഈ ഗ്ലാസ്, നമ്മൾ നേരത്തെ എടുത്തിരുന്ന ഗ്ലാസ്സിൽ തന്നെ ആ തിരി വെച്ചിട്ട് ഈ ഒഴിക്കുക. ക്യാൻഡിലായി കുറച്ച് കഴിയുമ്പോൾ അത് നല്ല ക്യാൻഡിലായി നമുക്കത് അതിൽ തന്നെ യൂസ് ചെയ്യാം.
കുക്കിംഗ് അല്ലാതെ ചേച്ചി റീയൂസ് കുറെ പ്രാവശ്യം പറഞ്ഞപ്പോ ചേച്ചി ആർട്ട് ആൻഡ് ക്രാഫ്റ്റോ അല്ലെങ്കിൽ സാധാരണ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലൊക്കെ അതില് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഓ, ഈ കുട്ട നമ്മൾ പലഹാരം ഇവിടെ വെച്ചിരിക്കുന്ന കുട്ടയൊക്കെ ചേച്ചി ഉണ്ടാക്കിയതാണ്. ഓക്കെ, ശരി. അപ്പോൾ രാജേന്ദ്രൻ ഹസ്ബൻഡാണ്, പുള്ളിക്കാരനാണ് ഇതിന് പിന്നിലുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നു. ശ്രീദേവി ചേച്ചി നിങ്ങളിൽ ഒരാളാണ്, മിടുക്കിയായ ഒരു വീട്ടമ്മയാണ്. 32 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ കുക്കിങ്ങും ഇതുപോലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റും ഒക്കെ സ്വായത്തമാക്കിയ മിടുക്കിയായ ഒരു വീട്ടമ്മയാണ്. നിങ്ങളിൽ ഇതുപോലൊരു വീട്ടമ്മ, മിടുക്കിയായ വീട്ടമ്മ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും NTVയുടെ ഓഫീസുമായി ബന്ധപ്പെടാൻ നിങ്ങൾ മടിക്കരുത്. ശ്രീദേവി ചേച്ചി ഇവിടെ വന്നതിലും സാരഥിയിൽ പങ്കെടുത്തതിലും ഈ 4-5 റെസിപ്പീസ് നമുക്ക് ഷെയർ ചെയ്തതിലും നമ്മളെല്ലാം കളയുന്ന നാരങ്ങ തോട് പോലും എങ്ങനെ യൂസ് ചെയ്യാം, അച്ചാറാക്കാന്ന് പറഞ്ഞു തന്നതിലും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സാരഥിയിൽ ശ്രീദേവി ചേച്ചി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ സമയം നമ്മുടെ അവിടെ അവസാനിക്കാറായി ചേച്ചി. ഇന്നത്തെ സാരഥി നിങ്ങൾക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ ആയി കാണുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു. ചക്ക വീട്ടിലുള്ളവർ നാളെ എന്തായാലും ചക്ക അട ട്രൈ ചെയ്യണം. ദോശമാവ് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ സാരഥി ഇവിടെ അവസാനിക്കുകയാണ്. ചേച്ചി, താങ്ക്സ് ഫോർ കമ്മിങ്. എല്ലാ പ്രേക്ഷകർക്കും നല്ല മനോഹരമായ ഒരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് സാരഥി വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.